സിവിൽ, ക്രിമിനൽ കേസുകളിലെ പ്രതികൾ, സ്പോൺസറിൽ നിന്ന് ഒളിച്ചോടിയവർ, മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെട്ടവർ, ഇഖാമ കാലാവധി കഴിഞ്ഞവർ, തിരിച്ചറിയൽ രേഖകൾ കൈവശമില്ലാത്തവർ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പരിശോധനാ ക്യാമ്പയിന്റെ ഭാഗമായി 94 ട്രാഫിക് നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തുകയും 6 വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സർവ്വസന്നാഹങ്ങളുമായെത്തിയ പോലീസ് പ്രദേശങ്ങളിലേക്കുള്ള എല്ലാ വഴികളും ഉപരോധിച്ച ശേഷം മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. കാൽനടക്കാരെയും വാഹനത്തിൽ പോകുന്നവരെയും തടഞ്ഞു നിർത്തി പരിശോധിച്ച പോലീസ് സംശയമുള്ള കെട്ടിടങ്ങളിലും റെയ്ഡ് നടത്തി. ആദ്യഘട്ടത്തിൽ 100 കണക്കിന് പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും സൂക്ഷ്മ പരിശോധനയ്ക്കൊടുവിൽ കുറ്റവാളികളുടെയും ഇഖാമ തീർന്നവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി ബാക്കിയുള്ളവരെ വിട്ടയച്ചു. പുതിയ ആഭ്യന്തരമന്ത്രിയായി ഷെയ്ഖ് ഖാലിദ് അൽ ജറാഹ് അധികാരമേറ്റ ശേഷം നടക്കുന്ന രണ്ടാമത്തെ വ്യാപക റെയ്ഡാണ് ബുധനാഴ്ച നടന്നത്. അനധികൃത താമസക്കാരെ പിടികൂടുന്നതിനായി തെരച്ചിൽ ഊർജിതമാക്കുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. മതിയായ തിരിച്ചറിയൽ രേഖകൾ കൈവശം വെക്കാതെ പുറത്തിറങ്ങരുതെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. മീഡിയ 1, കുവൈറ്റ് സിറ്റി.